വേറൊരു പുതിയ കഥയാണ് പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം അത് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓരോരുത്തരൊരു കേരള നാട്ടിൽ ഒരച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ കൂലിപ്പണിക്കാരായിരുന്നു. പശുവിനെ ആടിനെയൊക്കെ വളർത്തും, കൂലിപ്പണി ചെയ്യുന്നു. അങ്ങനെ ആ അച്ഛനും അമ്മയ്ക്കും 10 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛനും അമ്മയും ആ പിള്ളേരെയൊക്കെ വളർത്തി ഒരുവിധമൊക്കെ പഠിപ്പിച്ച് പെൺപിള്ളേരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് ആൺപിള്ളേരൊക്കെ ഒരുവിധം ഒക്കെ കരക്കടിഞ്ഞ് അവരുടെ ജീവിതമാർഗം തേടി അവരെല്ലാം ഓരോ നാട്ടിലോട്ട് പോയി. ആ വീട്ടിൽ അത് കുറേ കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ അങ്ങ് മരിച്ചുപോയി. അച്ഛൻ മരിച്ചു പോയി. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയി. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആ വീട്ടിൽ പിന്നെ ആ അമ്മ ഒറ്റയ്ക്കായി മാറി. ആ അമ്മ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, മരുന്ന് കഴിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ആ അമ്മ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അമ്മയുടെ അടുക്ക് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വരികയും പോവുകയും അവർക്ക് മാസം പൈസ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആ അമ്മയുടെ അടുക്ക നിൽക്കാൻ ആരുമില്ലായിരുന്നു. കാര്യം അവരുടെ ജീവിതമാർഗം, എല്ലാവർക്കും അവരുടെ അന്നം തേടിപ്പോകണം, അവരുടെ ഭക്ഷണം തേടിപ്പോകണം. അത് കാരണം അവരൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ആ അമ്മ ഇങ്ങനെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി സ്വയമേ തിന്ന് സ്വയമേ കഴിച്ച് അങ്ങനെ ജീവിച്ച് പോകുന്നു. ഇങ്ങനെ പോയി വർഷങ്ങളിങ്ങനെ കടന്ന് അമ്മയും പ്രായമായി. അമ്മ പ്രായത്തോട് നല്ല പ്രായമാകുന്നുണ്ട്. മക്കളൊക്കെ അവരെ വന്ന് കാണുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. ആ അമ്മ എങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ അമ്മയുടെ ഒരു മോൻ ആ വീട്ടിലെത്തി. ആ വീട്ടിൽ വന്ന് എല്ലാവരും വരും, അവർ 5-6 ദിവസം താമസിക്കും, പോകും. അങ്ങനെയാണ്, അല്ലാതെ സ്ഥിരമായിട്ട് ആരും നിൽക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഈ അമ്മയുടെ ഒരു മോൻ ആ വീട്ടിൽ വന്നു ഒരു 10 ദിവസത്തേക്ക് താമസിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ ഈ മോനോട് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണോ, എന്നെ ആരെങ്കിലും കൊണ്ടുപോകാവോ, കൂടെ താമസിപ്പിക്കാവോ എന്ന് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ആർക്കും ഇല്ലാത്തവരാണ്, ദൂരമാണ്, എല്ലാവരും അന്യ നാടുകളിലാണ്, ദൂര നാടുകളിലാണ്. അപ്പോൾ അവർക്കൊക്കെ അതിനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷേ വീട്ടിൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ അമ്മയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, പൈസയും കിട്ടുന്നുണ്ട്. പക്ഷേ അമ്മയുടെ കൂടെ ആരും ഇല്ലെന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ മോൻ വന്ന സമയത്ത് ഈ അമ്മ ഒരു ദിവസം ഒരു ഭയങ്കര മഴ പെയ്യുന്ന ഒരു രാത്രി, ജൂൺ ജൂലൈ മാസമാണ്, നല്ല മഴ രാത്രിയിൽ. അപ്പോൾ ആ അമ്മയുടെ ഒരു മകൻ ഇപ്പുറത്തെ മുറിയിൽ കിടക്കുന്നു, ആ അമ്മ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നു. ആ അമ്മയുടെ ഒരു മകൾ വേറൊരു റൂമിൽ കിടക്കുന്നു. ആ അമ്മയുടെ ഒരു മകനും ആ റൂമിൽ തന്നെ കിടപ്പുണ്ട്, അമ്മയുടെ കൂടെ തന്നെ കിടപ്പുണ്ട്, ആ റൂമിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ 4 പേരുണ്ട് ആ വീട്ടിൽ. അപ്പോൾ അമ്മയുൾപ്പെടെ 3 മക്കളും 4 പേര് ആ വീട്ടിലുണ്ട്. പക്ഷേ ഈ അമ്മ ഇങ്ങനെ ഭയങ്കര മഴ പെയ്യുന്ന രാത്രിയിൽ, കുറേ രാത്രി 12-1 മണി ആയപ്പോൾ ആ വീടിൻ്റെ വാതിലിൽ മനുഷ്യൻ കൊട്ടുന്ന പോലെ, ഇങ്ങനെ ഡോറ് തുറക്കാൻ കൊട്ടുന്ന പോലെ കൊട്ടുകൾ കേൾക്കുന്നു. ആ ഡോറെ നല്ല കൊട്ട്. അപ്പോൾ അതുപോലെ ആ വീടിൻ്റെ മുറ്റത്ത് കുറേ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നു. ബൗ 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 എന്ന് ഉറക്കെ ആ പട്ടികൾ കുരയ്ക്കുവാണ്. സമയം ഏകദേശം 1 മണി, 1:30 മണി, 2 മണിക്ക് അടുത്തായി. നല്ല മഴ. അപ്പോൾ ഈ ആരോ കതവിൽ കൊട്ടുന്ന സൗണ്ട് കേട്ട് ഈ വീട്ടിലുള്ള ആ മകൻ എണീറ്റ്
അവരെ വിളിച്ച്, അയ്യോ ആരാണ് കതവേ കൊട്ടുന്നത്, ആരാണ് കതവേ കൊട്ടുന്നത്, വെളിയിൽ പട്ടികളുണ്ട്, നിങ്ങളാരേലും വെളിയിൽ ഇറങ്ങിപ്പോയോ, പട്ടി കടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാടി എണീറ്റ് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഇടാൻ നോക്കിയപ്പം ലൈറ്റും ഇല്ല, കറണ്ടില്ല, രാത്രി ഭയങ്കര ഇരുട്ട്, മഴ, പട്ടിയുടെ ബഹളം, പട്ടികളുടെ കുര ഭയങ്കരം. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കതവേലാരോ കതവേ കൊട്ടുക എന്നല്ല, കതവേ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. ഒരു വടിയെടുത്ത് അടിക്കുന്ന പോലാണ് കതവേലിട്ട് അടിക്കുന്നത്. അപ്പോൾ കതവ് തുറന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കതവ് അടച്ചിട്ടുണ്ട്, ആരും വെളിയിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ എന്താണ് ഇങ്ങനെ പട്ടി കുരയ്ക്കുന്നത്, കതവേൽ എന്താണ് അടിച്ചത്, ആരാണ് അടിച്ചത് അറിയുന്നില്ല. അപ്പോൾ ഈ മകൻ എന്തു ചെയ്തെന്നറിയാമോ? അപ്പുറത്തെ ഒരു മുറിയിൽ ചെന്ന് നോക്കി. അപ്പോൾ അവിടുത്തെ ആ പെങ്ങളെ വിളിച്ച്, എണീക്ക്, ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നത്, എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ പെങ്ങളും എണീറ്റ് അവർ നേരെ വന്ന് ഈ ചേട്ടനും ഇപ്പോൾ എണീറ്റ് അവിടെ നോക്കുമ്പോൾ ഈ അമ്മയെ കാണാനില്ല. അമ്മ എവിടെ പോയി, കട്ടിലേൽ അമ്മയില്ല. രാത്രി ഭയങ്കര മഴ, കിണറിനകത്ത് നിറച്ച് വെള്ളം, കിണറിനകത്ത് ഫുള്ള് വെള്ളം പൊങ്ങിക്കിടക്കുവാണ്, കിണറിന് അടപ്പമുണ്ട്. അപ്പോൾ ഇവരുടനെ കതവ് തുറന്ന് കിണറിൻ്റെ അവിടെ നോക്കിയപ്പം കതവ് രണ്ടും അടച്ചിട്ടേക്കുവാണ്, ആരും കതവ് തുറന്നിട്ടില്ല. പിന്നെ എവിടെ പോയി വാഷ്റൂം, അകത്തൊരു ബാത്റൂമുണ്ട്, അവിടെ ചെന്ന് നോക്കി, അവിടെ ഇല്ല. ആകെ പേടി, എന്ത് ചെയ്യുന്നറിയില്ല. നമുക്കൊന്നും നമ്മളുടെ മനസ്സിലെങ്ങും അങ്ങനെ ഒരു ചിന്തയില്ല എവിടെ പോയെന്നുള്ളത്. പതുക്കെ ആ മോൻ അടുക്കളയുടെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ, അടുക്കളയ്ക്കകത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന ഭയാനകമായൊരു കാഴ്ച, ഒരിക്കലും വിശ്വസിക്കാനാവാത്തൊരു കാഴ്ച. ആ അമ്മ എന്തു ചെയ്തു, അവിടെ ഒരു സ്ലാബുണ്ട്, ഒരു പാതകമുണ്ട്. ആ അമ്മ മുണ്ടെടുത്തു, മുണ്ട് നല്ലതായിട്ട് കെട്ടി, ബ്ലൗസ് ഇട്ട്, ഒരു തോർത്ത് നേരിയത് വിട്ടിട്ട് ആ അമ്മ ഒരു നേരിയത് അടുക്കളയുടെ ബോർഡിൻ്റെ ഭാഗത്തെ കഴുക്കോലയിലോട്ടൊരു നേരിയത് ഇട്ടിട്ട് ആ അമ്മ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ അമ്മ രാത്രി 2 മണി, 1:30-2 മണി, അതിഭീകരമായ അന്തരീക്ഷത്തിനകത്ത് ഭയങ്കര മഴ, ഇരുട്ട്, പട്ടികൾ കുരയ്ക്കുന്നു, ഭയങ്കര ഒരു അന്തരീക്ഷം, ഭയാനകമായൊരു അന്തരീക്ഷം. നോക്കിയപ്പോൾ ഈ അടുക്കളയിൽ ഇങ്ങനെ അതേ തൂങ്ങി നിൽക്കുന്നു. പക്ഷേ ആൾ അത് കയറിയതേ ഉള്ളൂ, തൂങ്ങാനുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് അവിടെ ആരോ ശക്തികൾ അവിടെ വന്നു, ആരോ ആത്മാക്കൾ മരിച്ചുപോയവരുടെ, ആ കുടുംബത്തിൽ മരിച്ചുപോയവർ ആത്മാക്കൾ വന്ന് ആ കതവേൽ വന്ന് കൊട്ടി ഉറങ്ങുന്നവരെ വിളിച്ചെണീൽപ്പിക്കുകയായിരുന്നു ഈ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. വിശ്വസിക്കാൻ പറ്റാത്ത സംഗതി, ആരും വിശ്വസിക്കത്തില്ല, പക്ഷെ നടന്ന സംഭവമാണ്. അത്രയും പട്ടികൾ ആ വീടിൻ്റെ വാതിലിൽ വന്ന് കുരയ്ക്കുന്നു, ഒരു 10-100 പട്ടികൾ വന്ന് കുരയ്ക്കുന്നു. എങ്ങനെ ആ പട്ടികൾ അവിടെ എത്തി? ഇത്രയും പട്ടികൾ കതവേൽ വന്നടിക്കുന്നു, മനുഷ്യനടിക്കുന്ന പോലെ അടിക്കുന്നു. ആരോ അവിടെ മരിച്ചുപോയ ആത്മാക്കളെല്ലാം ആ സമയത്ത് അവിടെ എത്തിയതാണ്. അപ്പോഴത്തേക്ക് ഈ മകൻ ഓടിച്ചെന്ന് അമ്മയുടെ കാലിൽ അങ്ങ് എടുത്തു, കാല് പിടിച്ചങ്ങ് പൊക്കിയിട്ട് പതുക്കെ കയറി ആ അമ്മയെ ആ നേരിയത് മുണ്ടഴിച്ച് എടുത്ത് കൊണ്ടുവന്ന് ആ മകൻ്റെ മടിയിലിരുത്തി ആ കട്ടിലിരുന്ന് ആ മകൻ ഇങ്ങനെ കരയുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്ത് തെറ്റ് ചെയ്തു, എന്താണ് കാരണമെന്ന് പറഞ്ഞറിയുന്നു. ആ അമ്മ ഒന്നും മിണ്ടിയില്ല. ആ അമ്മയെ പതുക്കെ പിന്നെ ആ മുറിയിൽ കൊണ്ട് കിടത്തി ആ അമ്മയുടെ എല്ലാ മക്കളെയും വിവരം അറിയിച്ചു. അമ്മ ഇങ്ങനൊരു സംഗതി ചെയ്തു, പക്ഷേ രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷേ ആ ഒരു സമയത്തെ അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അവിടെ അത്രയും പട്ടികൾ കുരയ്ക്കുന്നു, കതവേൽ വന്ന് മനുഷ്യനടിക്കുന്ന പോലെ ആരോ അടിക്കുന്നു, വീട്ടിലുള്ളവരെല്ലാം എണീറ്റു. അപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ് വന്നപ്പോൾ കറണ്ടും വന്നു. ഇത്രയും വലിയൊരു സംഭവം. പക്ഷേ ഇന്നും അറിയപ്പെടാത്ത ഒരു നിഗൂഢമായ ഒരു രഹസ്യമാണ്, ആരാണ് കതവിലടിച്ചത്? 10-100 പട്ടികൾ വന്ന് വീടിൻ്റെ മുമ്പിൽ വന്ന് കുരച്ചത് അങ്ങനാണോ? കതവിൽ ആരാണടിച്ചു? കതവ് ആരടിച്ച് തുറക്കാൻ ഉറങ്ങിക്കിടക്കുന്നവരെ എണീൽപ്പിച്ചു? പിന്നെ അതിലും ഒരു ഇന്നും അറിയാത്ത കാര്യമാണ്, ആ അമ്മ എന്തിനാണ് തൂങ്ങാൻ പോയത്?
ആ അമ്മ എന്തിനാണ് തൂങ്ങാൻ വേണ്ടി ആ ഉത്തരത്തിൽ കയറിയത്? ആ അമ്മ എന്തിനാണ് അത് ചെയ്യാൻ ശ്രമിച്ചത്? ആ അമ്മയുടെ സ്വർണമെല്ലാം ഊരി ആ അമ്മ ഇങ്ങനെ അരയിൽ ആ തുണിക്കകത്ത് കെട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ ശ്രമിച്ചത്. എന്തിനാണ് ആ അമ്മ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ഇന്നും അറിയാൻ വയ്യാത്ത ഒരു രഹസ്യമാണ്. ഇതൊരു കഥ ആണെന്ന് വിചാരിക്കരുത്. കഥയാണ്, നടന്ന സംഭവമാണ്. ഇനി ഞാനിങ്ങനെ പുതിയ പുതിയ കഥകൾ ഇനിയും പറയുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.